സർ, നമ്മുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം വലിയ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് എന്ന് കേൾക്കുന്നു. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിൽ അവർ ഇടതുപക്ഷത്ത് തുടരുകയാണ്. ഒരു അവസരം കിട്ടിയാൽ നേരെ UDF-ലേക്ക് ചേക്കേറും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ പാലയിൽ വീണ്ടും ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമോ UDF? അതോ കടുത്തുരുത്തിയിലായിരിക്കുമോ ജോസ് കെ മാണി മത്സരിക്കുക? ഈ UDF-ലേക്ക് വരാൻ ഒന്ന് കാല് മുമ്പോട്ട് വെച്ചതാ, ആ കാല് പുറകോട്ട് വലിച്ചു. പിണറായി വിരട്ടിക്കാണ്. പിണറായിയുടെ വിരട്ടലും ഉണ്ടാകാം, പക്ഷെ അതിനപ്പുറം കോൺഗ്രസിനകത്ത് കുറേ അന്തഛിദ്രങ്ങളൊക്കെ സംഭവിച്ചു. അത് പതിവാണല്ലോ. അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, അതുവരെ അതെല്ലാം ഇവർക്ക് മാത്രമല്ല കേട്ടോ, പല ഘടകകക്ഷികളും ഇപ്പോൾ RSPയിലെ ഒരു വിഭാഗത്തെ തട്ടിക്കൊണ്ടുപോകാൻ LDF ശ്രമിക്കുന്നുണ്ട്, CPM നോട്ടമിടുന്നുണ്ട്, ഷിബു ബേബി ജോൺ ഉള്ള അവരെയൊക്കെ. പണ്ടത്തെ പോലെ തന്നെ, പണ്ട് ഷിബുവും പ്രേമേന്ദ്രനും രണ്ടായിട്ടല്ല നിന്നത്. പിന്നെ 14-ലാണ് ഇങ്ങനെ ഇറങ്ങി വരികയും ഒന്നായി മാറുകയും ഒക്കെ ചെയ്തത്. അപ്പൊ ഇവിടെ ജോസ് കെ മാണി അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനി UDF-ലേക്ക് വന്നാലും LDF-ലേക്ക് വന്നാലും തുടർന്നാലും പാല ഏതായാലും ഒരിക്കലും കാപ്പൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം വളരെ നാളുകൾ കൊണ്ട് കാത്തിരുന്ന് കിട്ടിയ ഒരു വിജയമാണ്. നീണ്ടകാലം പരിശ്രമിച്ച് എന്താ പറയണ്ട, എല്ലാ അടവുകളും പയറ്റി കിട്ടിയതാണ്. ഇനി ഇത് UDF അധികാരത്തിൽ വരികയും കാപ്പൻ വിജയിച്ചാലും ഒരു മന്ത്രി കൂടിയാണ്, ആ സ്ഥിതിക്ക് കൊടുക്കും. ഇനി നമ്മൾ പാലയുടെ പൂർവ്വചരിത്രം എടുത്ത് നോക്കേ. 1965 മുതൽ 2016 വരെ KM മാണിയാണ് വിജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പാല എന്ന് പറയുന്നത് KM മാണിക്ക് സ്വന്തമാണ് സ്വന്തമാണ് സ്വന്തമാണ്. പക്ഷെ അവിടെ പൊരിഞ്ഞ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. വിജയമൊക്കെ ഉണ്ടായത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം. 2011-ലും 2016-ലും വലിയ പരിശ്രമം നടത്തിയതിനു ശേഷമാണ് മാണിക്ക് ആ സീറ്റ് നിലനിർത്താനായത്. 2016-ലാണ് അവസാനത്തെ മത്സരം. അതിൽ 4500 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾക്ക് പറയും KM മാണിയുടെയും മറ്റേ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെയും മണ്ഡലം അവർക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതിയെന്ന്. ഈ 4500 വോട്ടിനൊക്കെ നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ കാണാമായിരുന്നു, അല്ലേ? 2011-ൽ കിട്ടിയത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പിന്നെ 1970-ൽ ഏറ്റുമുട്ടിയത് ആരുമായിട്ടാണ്? MM ജേക്കബുമായിട്ടാണ് KM മാണി ഏറ്റുമുട്ടിയത്. 370 വോട്ടിനാണ് വിജയിച്ചത്. ആ 80-ൽ MM ജേക്കബുമായിട്ട് KM മാണി ഏറ്റുമുട്ടി വീണ്ടും, അന്ന് 4500 വോട്ടിന്റെ. അപ്പോൾ KM മാണി മത്സരിച്ചിട്ടുള്ള കാലങ്ങളിലൊക്കെ തന്നെ കനത്ത വെല്ലുവിളി നേരിടേണ്ടി വന്നു. എന്തായാലും KM മാണിയുടെ അത്രയും അംഗീകാരം ജോസ് കെ മാണിക്ക് കിട്ടാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ടുകൂടിയാണ് അവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റത്തിന് ആഗ്രഹിച്ച് മാണി സി കാപ്പനെ വിജയിച്ചു വിട്ടത്. മാണി സി കാപ്പൻ 2001-ലും മത്സരിച്ചതാണ് KM മാണിയോട്. അപ്പോൾ ജോസ് കെ മാണിക്കൊരു പ്രതീക്ഷയില്ല അവിടെ പോയി നിൽക്കാൻ. കാരണം വീണ്ടും തോൽക്കാനുള്ള. അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ? അതിനുള്ള സാധ്യത അല്ല. ഇനി ഇതിനകത്ത് ഈ LDF-ൽ തുടരുകയാണെങ്കിലും പാലയിൽ പോയി മത്സരിക്കുമോ? ഒന്നാമത് ഭരണവിരുദ്ധ വികാരവും നിൽക്കുകയാണ്. പിന്നെ CPM-ന് ജോസ് കെ മാണിയെ തോൽപ്പിക്കുന്നു എന്നുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനം നിൽക്കുന്നുണ്ട്. കാരണം ജോസ് കെ മാണി ബാർഗെയിനിങ്ങിന്റെ വലിയ ആളാണ്. ജയിച്ചു എന്ന് കഴിഞ്ഞാൽ വകുപ്പും ഒക്കെ കാണിക്കുന്ന ആളാണ്. ഇപ്പം അതൃപ്തരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് UDF പുറകെ നടക്കുന്നത്. ഇനി രണ്ടാമതൊരു മണ്ഡലത്തിലേക്ക് നോട്ടം ഇടുന്നതെന്ന് പറഞ്ഞാൽ കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തി എന്ന് പറയുന്നത് KM മാണിയുടെ ജന്മസ്ഥലമായ മരങ്ങാട്ടുപിള്ളി ഉൾപ്പെടുന്നത് കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. മരങ്ങാട്ടുപിള്ളി കരിങ്ങോഴക്കൽ തറവാട്. അപ്പോൾ ഈ 2000 കടുത്തുരുത്തിയിൽ എന്ന് പറഞ്ഞാൽ അത് ജോസഫ് ഗ്രൂപ്പിൻ്റെതാണ്. UDF-ലേക്ക് ജോസ് കെ മാണി പോയാൽ കടുത്തുരുത്തിയിൽ ജോസഫ് വിട്ടുകൊടുക്കൂ? സാധ്യതയില്ല.
അവർക്ക് ആകെയുള്ള 2 ജോസഫ് സീറ്റ്. മാത്രമല്ല, മോൻസ് ജോസഫ് ആണ് അവിടുന്ന് മത്സരിച്ച് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ട്. ജോസഫ് വിട്ടുകൊടുക്കാൻ തയ്യാറായാലും മോൻസ് മോൻസ് വിട്ട് മാറത്തില്ല. അവർക്ക് ആകെ 2 സീറ്റേ ഉള്ളൂ ജോസഫിന് ഇപ്പോൾ, തൊടുപുഴയും കടുത്തുരുത്തി. ഇനിയിപ്പോ തൊടുപുഴയിൽ മത്സരിക്കാൻ പോകുന്നത് അബു ആയിരിക്കും, ജോസഫിന്റെ മകൻ. ജോസഫ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇങ്ങനെ തുടരുകയും ചെയ്യും, ഭാവിയിൽ മകനെ ഏൽപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇടയ്ക്ക് ജോസഫ് പറഞ്ഞതാണ്, ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വിളിച്ചിട്ട് നമുക്ക് കേരള കോൺഗ്രസുകൾക്കെല്ലാം കൂടി ഒന്നാകാം എന്നൊരു അഭിപ്രായം മുമ്പോട്ട് വെച്ചു. അത് അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് പ്രായോഗികമായി വരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഈ കടുത്തുരുത്തിയിൽ വന്ന് നിന്നാൽ ഒരിക്കലും നിൽക്കാന്നല്ല, കടുത്തുരുത്തിയിൽ അവരവരുടെ യുവജന റാലികൾ വരെ നടത്തി. ആരെ? ഈ ജോസ് കെ മാണി വിഭാഗം. അവിടെ വലിയ, അതായത് ഇത് രണ്ടും തിരികെ പിടിക്കണം എന്നുള്ള രീതിയിലാണ് ജോസ് കെ മാണിയുടെ നോട്ടം. പാലയും കടുത്തുരുത്തിയും എങ്ങനെയും അതിനുവേണ്ടിയുള്ള പ്രയത്നം നടത്തുന്നുണ്ട്. പക്ഷെ മോൻസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ വന്നാൽ മോൻസ് ജോസഫ് മാറിക്കൊടുക്കത്തില്ല. LDF നിന്നുകൊണ്ട് കടുത്തുരുത്തിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അത് വിജയം ഉണ്ടാകണമെന്നില്ല. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ, പാലയിലെ കാര്യം പറഞ്ഞതുപോലെ, ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. CPM പാലം വലിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോൾ തോൽവി ഉറപ്പാക്കാം. അതുകൊണ്ടാണ് ജോസ് കെ മാണി പറയുന്നത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭയും ലോക്സഭയുടെയും അതൊക്കെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ വേറെ വേറെ ആണെങ്കിലും ഒരു ഏകദേശ ട്രെൻഡ് ഏത് തരത്തിലാണെന്ന് അറിയാൻ പറ്റും, ഒരു ഏകദേശം. അപ്പൊ അത് വെച്ചിട്ട് ചുവടുമാറ്റം ജില്ലാ പഞ്ചായത്തുകളുടെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും എത്ര ജില്ലാ പഞ്ചായത്തുകൾ ഏത് മുന്നണി പിടിച്ചു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കേരള ഭരണം ഏതാണ്ട് നിർവചിക്കാം. അത് ഇതുവരെ 2006-ലും അതിനു മുമ്പ് 2001-ലും 2011-ലും ഒക്കെ നമ്മൾ അതിന് തൊട്ട് മുമ്പ് നടന്ന, അതിൻ്റെ ഏതാണ്ട് ഒരു 4-5 മാസം മുമ്പേ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ജില്ലാ പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് വിരൽ ചൂണ്ടി. ഈ പാലയും കടുത്തിരുത്തിയും അല്ലാതെ ജോസ് കെ മാണി എവിടെ പോയി നിൽക്കും? പിന്നെ ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ, ലീഗിനെ ആശ്രയിക്കുക. അല്ല, ലീഗ് പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊരു ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞല്ലോ തിരുവമ്പാടി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തിനാ തിരുവമ്പാടി കൊടുക്കുന്നത്? ലീഗ് ഇത്രത്തോളം ത്യാഗം സഹിക്കുന്ന എന്തിനു വേണ്ടിയാണ്? 26-ൽ അധികാരത്തിൽ വരാം. അതെ, ഈ കേരള കോൺഗ്രസ് വിഭാഗങ്ങളെ മുഴുവനും UDF എത്തിക്കും. കാരണം കുറെ സീറ്റ് കൈ കിട്ടുമേ. സെൻട്രൽ ട്രാവൻകൂറിൽ കുറെ സീറ്റ് നേടാൻ പറ്റും. കേരള കോൺഗ്രസ് ജയിക്കുന്നത് മാത്രമല്ല സാർ, കോൺഗ്രസിന് നിരവധി മണ്ഡലങ്ങളിൽ, എറണാകുളം ജില്ല ഉൾപ്പെടെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ കേരള കോൺഗ്രസിന് സാധിക്കും. പത്തനംതിട്ട ജില്ലയിൽ അത് സാധിക്കും. ഇതാണ് CPM മനസ്സിലാക്കിയിട്ട് ജോസ് കെ മാണി അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. ഇനി അത് എത്ര നിലനിർത്തും എന്നുള്ളത് നമുക്ക്, അവര് പിടിച്ചു നിർത്തും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്തായാലും അതാ ഈ തെരഞ്ഞെടുപ്പ് വരെ നോക്കുന്നത്. പിന്നെ ലീഗിന് 26-ലേക്ക് ഭരണനോട്ടം ഉള്ളത് കൊണ്ട് തിരുവമ്പാടി കൊടുക്കാം എന്ന് പറഞ്ഞു. തിരുവമ്പാടിയിൽ അല്പം ജയസാധ്യതയുണ്ട്. ഇപ്പോഴവിടുത്തെ സിറ്റിംഗ് MLA CPM ആണ്. അതൊരു 3000-ത്തിന് താഴെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. പിന്നെ കുടിയേറ്റ മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പിന്നെ ക്രൈസ്തവരും ഉണ്ട്, മുസ്ലിം വിഭാഗവും ഉണ്ട്. ആ വോട്ടുകൾ മുഴുവൻ കൊണ്ടുവരാൻ, സമാഹരിക്കാൻ സാധിക്കും. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സ്ഥിതിക്കും ജോസ് കെ മാണിക്ക് വിജയിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ ജോസ് കെ മാണിക്ക് എന്തോ കാരണം അത് സ്വാഭാവികമാണല്ലോ, അവരുടെ ഒരു വീടും ഉമ്മറം പോലെയുമായിരുന്നു പാലേ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ PJ ജോസഫിനോട് തൊടുപുഴ വിട്ട് വേറെ എവിടെയെങ്കിലും വന്ന് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വന്ന് മത്സരിക്കാൻ പറയാം. 2001-ൽ തോറ്റിട്ട് പോലും അദ്ദേഹം അവിടെ നിന്ന് മാറാതെ 2006-ൽ വീണ്ടും അവിടെ തന്നെ മത്സരിച്ചു. അതെ, അത്ര ബന്ധമാണ് അവർക്കുള്ളത്. അപ്പൊ ജോസ് കെ മാണിക്ക് ആ ബന്ധം ഉണ്ട് പാലയോടെ. കാരണം അവർക്ക് പാലയിൽ നിന്ന് വിജയിച്ച് ഇവരുടെ മുമ്പിൽ കൂടെ തന്നെ ആളായി കാണുക എന്നുള്ളതാണ്. ഇനി LDF നിന്നുകൊണ്ട് ഏതായാലും മാണി സി കാപ്പനെ തോൽപ്പിച്ചു വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ മാണിയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലാണെങ്കിൽ ജോസ് കെ മാണിക്ക് ഏത് തരത്തിൽ വരും? ജോസ് കെ മാണിയുടെ കാര്യം പരിങ്ങലിൽ തന്നെ നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഈ രണ്ടിടത്തും വിജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. കടുത്തുരുത്തിയിൽ ഇവർ വലിയ സർവേ ഒക്കെ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവജന റാലിയൊക്കെ നടത്തിയത്. പക്ഷെ എനിക്കതിനകത്തൊരു പ്രതീക്ഷയില്ല. മോൻസ് ജോസഫിന്റെ ഒരു കുത്തകയായി മാറിയിരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ലീഗ് എങ്ങാനും
ഇപ്പുറത്ത് വരികയാണ് ലീഗ് സുരക്ഷിത മണ്ഡലം കൊടുക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.